ചുരുങ്ങിയ സമയം കൊണ്ട് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുന്ന ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച സമയപരിധി തീരാൻ ഇനി വെറും 9 ദിനം കൂടിയാണ് ബാക്കി. 80% പേരും എന്യൂമറേഷൻ ഫോമുകൾ സമർപ്പിച്ചുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുമ്പോഴും അതിദരിദ്രരും നിരക്ഷരരും കൂടുതലുള്ള സംസ്ഥാനത്തെ ദളിത് വിഭാഗക്കാർ അടക്കം പട്ടികയ്ക്ക് പുറത്താകും എന്ന ആശങ്കയുണ്ട്. സംസ്ഥാനത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന ബീഹാർ സ്വദേശികൾ പലരും പ്രക്രിയയെപ്പറ്റി അറിഞ്ഞിട്ടേയില്ല എന്ന ആക്ഷേപവും ശക്തമാണ്. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് കമ്മീഷൻ നൽകിയ ചുരുങ്ങിയ സമയത്തെ ചൊല്ലി NDA ഘടകകക്ഷികളും പരാതിപ്പെടുന്നുണ്ട്. ആദ്യം RDX റാപ്പ് കാണാം. ജനസംഖ്യയിൽ ഭൂരിപക്ഷവും അതിസാധാരണക്കാരായ ബീഹാർ പോലുള്ള സംസ്ഥാനത്ത് കമ്മീഷന്റെ പിടിവാശിക്ക് പിന്നിൽ മറ്റ് കാരണങ്ങളുണ്ടെന്ന പ്രതിപക്ഷ ആരോപണമാണ് കോടതി കയറിയത്. ലക്ഷക്കണക്കിന് ബീഹാർ സ്വദേശികളാണ് ജോലിക്കായി ഇതര സംസ്ഥാനങ്ങളിലുള്ളത്. ഇവരിൽ മിക്കവരും വോട്ടെടുപ്പ് സമയത്ത് നാട്ടിലെത്തി സമ്മതിദാന അവകാശം വിനിയോഗിക്കാറുണ്ട്. എന്നാൽ ഇവരിൽ പലരും പട്ടികയ്ക്ക് പുറത്താകുമെന്നാണ് ആശങ്ക. ജൂലൈ 25-നുള്ളിൽ എന്യൂമറേഷൻ ഫോം സമർപ്പിക്കുന്നവരെ മാത്രമേ ഓഗസ്റ്റ് 1-ന് പുറത്തിറക്കുന്ന കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുവെന്ന് കമ്മീഷൻ കർശനമായി അറിയിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് വോട്ടർ ID കാർഡ്, റേഷൻ കാർഡ്, ആധാർ കാർഡ് എന്നിവയും രേഖകളായി കമ്മീഷൻ സ്വീകരിച്ചത്. ഈ മാസം 28-നാണ് പ്രതിപക്ഷ പാർട്ടികൾ സമർപ്പിച്ച ഹർജി വീണ്ടും പരിഗണിക്കുക. വരുന്ന നവംബർ 22-നാണ് ബീഹാർ നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്നത്. ഒക്ടോബർ മാസത്തിലായിരിക്കും ബീഹാറിൽ തെരഞ്ഞെടുപ്പിന് സാധ്യത. വോട്ടർ പട്ടിക പരിഷ്കരിക്കാനുള്ള സമയപരിധി നീട്ടണമെന്ന് പ്രതിപക്ഷത്തിന് പുറമെ ഭരണകക്ഷിയിൽ നിന്നടക്കം ആവശ്യം ശക്തമാണെങ്കിലും കമ്മീഷൻ പിടിവാശി തുടരുകയാണ്. RDX റാപ്പ് ന്യൂസ് മലയാളം. നമുക്ക് വിശദാംശങ്ങൾ പരിശോധിക്കാം. ഇനിയും തീരാത്ത ആശങ്കയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. തീവ്ര പരിശോധനയ്ക്കായി കമ്മീഷൻ അനുവദിച്ച സമയം തീരാൻ ഇനി ബാക്കിയുള്ളത് 9 ദിവസം മാത്രമാണ് എന്നോർക്കണം. ബീഹാറിൽ ആകെയുള്ളത് 7.89 കോടി വോട്ടർമാരാണ് എന്നത് നമുക്കറിയാം. ഇതുവരെ എന്യൂമറേഷൻ ഫോം സമർപ്പിച്ചത് 6,81,00,000 വോട്ടർമാരാണെന്ന് PIB പറയുന്നു. നിരക്ഷരരും പിന്നോക്കക്കാരുമടക്കം നിരവധി പേർ ഇപ്പോഴും പ്രക്രിയയുടെ ഭാഗമായിട്ടില്ല എന്ന് അവിടെ നിന്ന് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ പറയുന്നു. 5,74,00,000 വോട്ടർമാരും ഡാറ്റ അപ്ലോഡ് ചെയ്തെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തരുന്ന കണക്ക്. ബൂത്ത് ഓഫീസർമാർ വീടുകൾ കയറി വിവരങ്ങൾ ശേഖരിക്കുന്നുവെന്ന് കമ്മീഷൻ പറയുന്നുണ്ട്. കമ്മീഷൻ പറഞ്ഞതുപോലെ ഫോമുകൾ നൽകാൻ വീടുകളിലെത്തുന്നത് BLOമാർ മാത്രമല്ല എന്നതാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മുനിസിപ്പാലിറ്റി ശുചീകരണ തൊഴിലാളികൾ ഫോം വിതരണം ചെയ്യുന്നതായി ഹിന്ദു ദിനപത്രത്തിൽ ഇന്ന് വന്ന വാർത്തയിൽ പറയുന്നു. കമ്മീഷൻ നിർദ്ദേശപ്രകാരം എന്യൂമറേഷൻ ഫോം ശേഖരിക്കാൻ അധികാരം BLOമാർക്ക് മാത്രമാണ് എന്നതാണ്. ഫോമുകൾ ഉത്തരവാദിത്തോടെ ശേഖരിച്ച ശേഷം രസീത് നൽകണമെന്നത് ചട്ടമാണ് എന്നത് ഇത്രയും കാലം പാലിച്ചു പോകുന്ന കാര്യമാണ്. പുതുക്കിയ വോട്ടർ പട്ടികയിൽ 35 ലക്ഷത്തിലധികം പേരുകൾ നീക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനകം അറിയിച്ചിരിക്കുന്നത്. പരേതരായ 12,50,000 പേർ വോട്ടർ പട്ടികയിലുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. ബീഹാറിന് പുറത്ത് സ്ഥിരതാമസമാക്കിയ 17,50,000 പേരും ഒഴിവാക്കപ്പെടും എന്നാണ് ഇപ്പോൾ നമ്മൾ അറിയുന്നത്. 5,50,00,000 പേർക്ക് ഇരട്ട വോട്ട് ഇല്ലാതാകും. പട്ടികയിലെ വിദേശികളും പുറത്താകും എന്ന് കമ്മീഷൻ പറയുന്നുണ്ട്. എതിർപ്പ് ഭരണകക്ഷികൾക്കുമുണ്ട്. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ബീഹാർ BJP ഘടകത്തിലും ആശങ്കയുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വന്നു. തീവ്ര പരിശോധനയിൽ എതിർപ്പുമായി NDA ഘടകകക്ഷിയായ TDPയും രംഗത്ത് വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെ പാർട്ടി JDU സമയപരിധിയിൽ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. അതൃപ്തി അറിയിച്ച് ഹിന്ദുസ്ഥാനി അവാം മോർച്ചയും ഇതിനകം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഭരണകക്ഷികൾ അകത്തുപെട്ടൊരു പാർട്ടിയാണത്. TDPയുടെ ആശങ്ക ഇതാണ്. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ TDP നേരിട്ട് പോയിട്ട് ആശങ്കയുമായി കണ്ടു. തിരക്കിട്ട് SIR നടപ്പാക്കരുത് എന്ന് ലോക്സഭാ കക്ഷി നേതാവ് ലാവു ശ്രീകൃഷ്ണ ദേവരായലു ആവശ്യപ്പെട്ടു. വോട്ടർ പട്ടികയിൽ നിന്ന് വ്യക്തമായ കാരണമോ അന്വേഷണമോ ഇല്ലാതെ ആരെയും നീക്കരുത് എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. പട്ടികയിലെ പിഴവുകൾ കണ്ടെത്താൻ CAG മേൽനോട്ടത്തിൽ 3ാം കക്ഷി ഓഡിറ്റ് വേണം എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പ്രതിപക്ഷം കരുതലോടെ നീങ്ങിയാണ്. പരമാവധി പേരുടെ വോട്ട് നിലനിർത്താൻ മുന്നൊരുക്കങ്ങളുമായിട്ട് പ്രതിപക്ഷ പാർട്ടികൾ ബീഹാറിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ബൂത്ത് ലെവൽ ഏജന്റുമാരെ നിയോഗിച്ചിരിക്കുകയാണ് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ എന്നതാണ് വിവരം. കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ ഉന്നതതല യോഗങ്ങളുമായി BJPയും രംഗത്തുണ്ട്. ക്ഷമിക്കണം. എൻറോൾമെൻറ്റിന് പാർട്ടി അനുയായികളെ സഹായിക്കാൻ പ്രാദേശിക നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് BJPക്കും അക്കാര്യത്തിൽ ആശങ്കയുണ്ട്. ഇത്രയുമാണ് ഡാറ്റ നമ്മുടെ കൈവശമുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം വിശദമായിട്ടും ചർച്ച ചെയ്തായിരുന്നു. പക്ഷേ ഇത് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകാവുന്ന പ്രതിസന്ധികൾ ഇതായിരിക്കുമെന്ന് നമ്മൾ അന്ന് തന്നെ പ്രവചിച്ചായിരുന്നു. എല്ലാവരും പറഞ്ഞതാണ്. ഇതിപ്പോൾ ഇരട്ടിച്ചിട്ടുള്ള വോട്ടുകൾ, ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ നീക്കം ചെയ്യപ്പെടണം. സ്ഥലത്തില്ലാത്ത ആളുകളുടെ പേരുകൾ അതിൽ നിന്ന് മാറ്റണം. ഇതൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. പഴുതടച്ച വോട്ടർ പട്ടികയാണ് ജനാധിപത്യത്തിന് നന്നായിട്ടുള്ള മുന്നോട്ട് പോക്കിന് നല്ലത്. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല സംഭവിക്കുന്നത്. അതായത് BLOമാർ അവിടെ കൊണ്ടുവന്നെത്തി ഫോം പൂരിപ്പിച്ച് തിരിച്ചു കൊണ്ടുപോകേണ്ടുന്ന ഒരു സവിശേഷമായിട്ടുള്ള പ്രത്യേകതയുള്ളൊരു പ്രോസസ്സിന്
പോകുന്നത് അവിടുത്തെ ശുചീകരണ തൊഴിലാളികൾ അവിടെ പേപ്പർ ഇട്ടിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നതാണ് ഹിന്ദു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാര്യങ്ങൾ കുഴമറിയും അല്ലേ? ഒരു സംശയം വേണ്ട. അതായത് ജൂലൈ 25-നകമാണ് ഈ ഫോം സമർപ്പിക്കേണ്ട തീയതി. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് 5,79,000 കോടി പേരുടെ ഡേറ്റ ഉണ്ട് എന്നുള്ളതാണ്. 7,89,000 വോട്ടർമാരാണ് അവിടെ ഉള്ളത്. ഇനിയുള്ള 7 ലക്ഷം അല്ല 7 കോടി കേട്ടോ, 5,79,00,000, 7,89,00,000. അതായത് ഈ 9 ദിവസം കൊണ്ട് വേണം ബാക്കി മുഴുവൻ സമർപ്പിച്ച് തീരാൻ. ഈ സമർപ്പിക്കാൻ കിടക്കുന്നത് ആരാണ്? അതിദരിദ്രരും പാവപ്പെട്ടവരും ദളിതരും മുസ്ലിങ്ങളും എല്ലാം അടങ്ങുന്ന വലിയൊരു ജനസമൂഹമാണ്. അതായത് ഇവിടെ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കുന്നു, അല്ലെങ്കിൽ ഈ NRC നടപ്പാക്കുന്നു, അതിൻ്റെ ഭാഗം തന്നെയാണ് ഇത് ഇപ്പോഴത്തെ ഈ സംഗതി എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നതിലേക്ക് തന്നെ ആണ്. ആ ആരോപണത്തിന് കൂടുതൽ ഊർജം പകരുന്ന സംഗതികൾ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് 2003 പട്ടികയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിശോധന ഇപ്പോൾ നടക്കുമ്പോൾ 40 വയസ്സിന് മുകളിലുള്ളവർ 2003 പട്ടികയിൽ ഇല്ലെങ്കിൽ അവർ പൗരത്വം തെളിയിക്കേണ്ടവരുടെ ലിസ്റ്റിൽ പെടും. 2003 പട്ടികയിൽ ഇല്ലാത്ത 40 വയസ്സിന് മുകളിലുള്ള എല്ലാവരും, മുകളിലുള്ളവർ. ഇനി അടുത്തത് 21 മുതൽ 40 വയസ്സ് വരെയുള്ളവർ മാതാപിതാക്കളുടെ 2003 വോട്ടർ രജിസ്ട്രേഷൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വോട്ട് മാതാപിതാക്കളുടെ വോട്ടർ രജിസ്ട്രേഷൻ 2003 അത് ആവശ്യമാണ്. അതായത് ഇത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ സങ്കീർണമായാണ് ഈ പ്രക്രിയ നടക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ 1,00,000 BLOമാരെങ്കിലും ആവശ്യമാണ് ഈ പ്രക്രിയ ഇത്രയും വേഗത്തിൽ പൂർത്തിയാക്കണമെങ്കിലെന്നാണ് കണക്കുകൾ പറയുന്നത്. 20,000 പേരെങ്കിലും ഇപ്പോഴും ഇതിനു വേണ്ട ഉദ്യോഗസ്ഥരുടെ കുറവുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ പുറത്തു വരുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെ ഇത് പരിഹരിക്കും, എങ്ങനെ പൂർത്തിയാക്കുമെന്നാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ അനാവശ്യമായ പിടിവാശി ഈ വിഷയത്തിൽ കാണിക്കുന്നു എന്നതാണ്. ആദ്യഘട്ടത്തിൽ ഇത് കൊള്ളാവുന്ന ഒരു ഏർപ്പാടാണ് എന്ന മട്ടിൽ തന്നെയായിരുന്നു BJP അവരുടെ ഒരു മൂഡ് പിടിച്ചത് അവിടെ. കാരണം അതിനൊരു കാരണമുണ്ട്, നമ്മളന്ന് ചർച്ച ചെയ്തതാണ്. കാരണം അവിടെ നിതീഷ് കുമാറിൻ്റെ ഒരു കാലം കഴിയുന്നു. അതായത് അതിനുശേഷം ഇങ്ങോട്ട് BJPക്ക് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയായി അവർ ഭരണം നയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഏതാണ്ട് മാറി മറിയുന്ന സ്ഥിതി ഉണ്ടായേക്കാം. അതിനു വേണ്ട ഒരു നിലമൊരുക്കൽ പ്രക്രിയ അവിടെ നടക്കുന്നു എന്നുള്ള നിലയ്ക്കുള്ള ചർച്ചകളെല്ലാം ഈ തെരഞ്ഞെടുപ്പ് കാലവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ട ഒരു ശ്രമം കൂടിയാണ് ഈ സമയത്തുണ്ടാകുന്നത്. യുവ വോട്ടർമാരെ അകറ്റി നിർത്തുന്നതിന് വേണ്ട ശ്രമം ബോധപൂർവം ഈ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടാകുന്നു. അതായത് മുസ്ലിം വോട്ടർമാരെ, പിന്നോക്കക്കാരായ വോട്ടർമാരെ, ദളിത് വോട്ടർമാരെയൊക്കെ അകറ്റി നിർത്തുന്നതിന് വേണ്ട ബോധപൂർവമുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നു എന്ന നിലയ്ക്കുള്ള ചർച്ചയുണ്ടായിട്ടുണ്ട്. ആ ചർച്ചകളെ തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ തക്കവണ്ണം ഉള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടില്ല. അന്ന് പറഞ്ഞതെല്ലാം വസ്തുതയാണ്, ആ ആരോപണങ്ങളെല്ലാം നിലനിൽക്കുന്നതാണ് എന്ന് തന്നെ ഇപ്പോഴും നമുക്ക് പറയാൻ കഴിയും. അതാണ് നിശ്ചയമായിട്ടും. അത് ഇന്നിപ്പോൾ ഹിന്ദു പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മളാ കാണുമ്പോൾ ഒരു ഫോട്ടോ അവിടെ കാണാം. അവിടെ ഈ ശുചീകരണ തൊഴിലാളിയായിട്ടുള്ള ആൾ കൊണ്ടുപോയിട്ട് ഈ ഫോം വെച്ചിട്ട് പോയിട്ട് അങ്ങനെ ലഭിച്ച ഈ ഫോം ആയിട്ട് നിൽക്കുന്ന ഒരു മധ്യവർഗ വോട്ടറാണ്. അതായത് ഒരു നഗരത്തിലെ ഒരു മധ്യവർഗ വോട്ടർക്കാണ് ഈ സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. BLOമാർ ഉത്തരവാദിത്തോടെ ചെന്നെത്തിച്ചിട്ട് ഫില്ല് ചെയ്ത് കൊണ്ടുപോകേണ്ടുന്ന ഈ ഫോം അവിടെ ആ ജോലി ചെയ്യുന്ന അല്ലാത്തൊരു മനുഷ്യൻ കൊണ്ടുപോയിട്ട് അവിടെ ഇട്ടിട്ട് പോയിരിക്കുകയാണ്. ഇത് നഗരത്തിലെ മധ്യവർഗ വോട്ടർമാരുടെ അവസ്ഥ ഇതായിരിക്കുമെങ്കിൽ ബീഹാറിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലെ വോട്ടർമാരുടെ സ്ഥിതി എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ കേരളത്തിലൊക്കെ വന്നിട്ട് ജോലി ചെയ്യുന്ന മനുഷ്യരുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിൽ പോയിട്ട് ജോലി ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്, വോട്ടർമാരുണ്ട്. അവരൊക്കെ ഇലക്ഷൻ വരുമ്പോൾ പോയിട്ട് തിരിച്ചു നിന്ന് വോട്ട് ചെയ്യുന്നതാണ് അവിടെ ചെന്നിട്ട്. അവർ അവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് മുഴുവൻ പേരെയും പുറത്താക്കുന്ന കാര്യമാണ് നടക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് എന്ന പ്രോസസ്സിനെ അപ്പാടെ അട്ടിമറിക്കുന്ന ഒരു പരിപാടി അവിടെ നടക്കുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഈ പറയുന്ന പോലെ BJP കടക്കം ചൂട് തട്ടിയിരിക്കുന്നതുകൊണ്ട് ഒരു പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് കാര്യങ്ങളൊന്ന് മാനേജ് ചെയ്ത് പോകുമായിരിക്കും. പക്ഷേ അതിനകത്ത് നമ്മൾ കാണേണ്ടത് BJPയുടെ സഖ്യകക്ഷികളായിട്ടുള്ള പാർട്ടികളടക്കം അവരവരുടെ സംസ്ഥാനങ്ങൾ ഇത് ചെയ്തോളൂ, പക്ഷേ അത് കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും നേരത്തെ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കും. ഇതിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഇതിനേക്കാളും വഷളായേനെ. ആധാറും റേഷൻ കാർഡും ഒക്കെ പരിഗണിക്കണം എന്നുള്ള നിർദ്ദേശം സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ആധാർ പരിഗണിക്കുന്ന ഒരു സ്ഥിതി നേരത്തെ ഇല്ലായിരുന്നു. അത് സുപ്രീം കോടതിയുടെ ഇടപെടൽ വന്നതിന് ശേഷമാണ് ആ നിലയ്ക്കുള്ള കാര്യങ്ങളിലേക്ക് പോയത്. മാത്രമല്ല, സുപ്രീം കോടതി കേസ് ഇപ്പോഴും അന്തിമ വിധി അതിൽ ഈ കാര്യത്തിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടും കൂടിയാണ്, അതായത് സുപ്രീം കോടതിയിൽ ഇനി കേസ് വരുമ്പോഴേക്ക് പരമാവധി ആളുകൾ സമർപ്പിച്ചിരിക്കുന്നു എന്നത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു തിടുക്കം കൂടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു കാര്യം കൂടി, അതായത് കേരളത്തിൽ
നമ്മൾ കാണാറുണ്ടല്ലോ, ഇലക്ഷൻ കാലമാകുമ്പോൾ ഗൾഫിൽ നിന്ന് ചാർട്ടേഡ് വിമാനത്തിൽ ഇവിടെ വന്ന് വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അത്രയധികം ആളുകളെ വിവിധ സംഘടനകളൊക്കെ കൊണ്ടുവരുന്നു, അവരിവിടെ ഒരുമിച്ച് വന്ന് വോട്ട് ചെയ്യുന്ന സ്ഥിതിയൊക്കെ ഉണ്ട്. അതായത് അവരെല്ലാം കാലങ്ങളായി അവിടെ പണിയെടുക്കുന്നവരാണ്, പക്ഷേ അവരിവിടെ വോട്ട് ചെയ്യേണ്ടവരാണെന്നുള്ള ഒരു ബോധം തന്നെയാണ് മലയാളിക്കുള്ളത്. ഇതിപ്പോൾ ബീഹാറിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? കേരളത്തിൽ വന്ന് നിൽക്കുന്ന ഇവിടെയൊക്കെ പണിയെടുക്കുന്ന വോട്ടർമാർ 17 ലക്ഷം വോട്ടർമാരുടെ കാര്യത്തിൽ ഇപ്പോൾ സംഗതി ആശങ്കയാണ്. അവർക്ക് വോട്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ആശങ്കയുണ്ട്. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം തെരഞ്ഞെടുപ്പ് വിധിയെ തന്നെയും വലിയ ചർച്ചകളിലേക്ക് കൊണ്ടുപോകുന്നൊരു കാര്യമായിട്ട് ഇപ്പോൾ തന്നെ നമുക്കിതിനെ കാണാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ അടിയന്തരമായി വോട്ടർ പട്ടിക പുതുക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് ആദ്യം തന്നെ വിമർശിക്കപ്പെട്ടിരുന്നു. ബീഹാറിൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന പേരിൽ നടക്കുന്നത് 8 കോടി ജനങ്ങളുടെ പൗരത്വ രജിസ്റ്ററാണ് എന്ന ആരോപണങ്ങളും ഉയർന്നിരുന്നു. സുപ്രീം കോടതി ഇടപെട്ടെങ്കിലും ഇപ്പോഴും പിന്നാക്കക്കാരും നിരക്ഷരരുമായ നിരവധി പേർ പട്ടികയ്ക്ക് പുറത്താകും എന്ന ആശങ്ക ശക്തമാണ്. ആ ആശങ്കയ്ക്ക് മതിയായ കാരണങ്ങളും സുവ്യക്തമാണ്. ഇനി വെറും 9 ദിവസം കൊണ്ട് ഇவ்விധം ഒരു ഹിമാലയൻ ടാസ്ക് എങ്ങനെ കാര്യക്ഷമമായി നീതിപൂർവ്വം പൂർത്തിയാക്കുമെന്ന് സാമാന്യ ബോധമുള്ള ആർക്കും സന്ദേഹം തോന്നും. പ്രതിപക്ഷം ഒന്നാകെയും ഇപ്പോഴിതാ NDA ഘടകകക്ഷികൾ തന്നെയും എന്തിന് BJPയും അടക്കം വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനെതിരെ ശബ്ദമുയർത്തിക്കഴിഞ്ഞ നിലയ്ക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയപരിധി നീട്ടലടക്കം ചട്ടങ്ങളുടെ സൂക്ഷ്മമായ നടപ്പാക്കലടക്കം പരിഗണിക്കുമെന്ന് RDX പ്രത്യാശിക്കുന്നു. ഇടവേളയിലേക്ക്.